അശ്വിൻ കേൾക്കാമോ? നിലവിലെ അന്വേഷണ സംഘം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ മാതാപിതാക്കളുമായി ഇപ്പോൾ നിലവിൽ ആരാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? റോഷിനി, നിലവിൽ ഈ മാതാപിതാക്കൾക്ക് ഔദ്യോഗികമായുള്ള യാതൊരു അറിയിപ്പുകളോ കോൺടാക്റ്റോ ഉണ്ടായിട്ടില്ല. ഇവർ ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് മകളെ വീഡിയോ കോളിലൊക്കെ കണ്ട് നേരിട്ട് സംസാരിക്കുന്നതൊക്കെ. ഈ ഒരു സമയത്താണ് ഇവർ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതും കുട്ടിയോട് കൃത്യമായി തന്നെ ഓരോന്നായി ഇവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം ഈ മകളെ തിരിച്ചു കണ്ടുകിട്ടിയ ആശ്വാസത്തിലാണ് കുടുംബമുള്ളത്. അതുകൊണ്ട് തന്നെ മകൾ എപ്പോൾ വരും അല്ലെങ്കിൽ എപ്പോൾ തിരിച്ചെത്തും എന്നുള്ള ആ ഒരു ചോദ്യമാണ് ഇവർ ആവർത്തിച്ച് ചോദിക്കുന്നതും. മറ്റൊന്ന്, എന്തിനാണ് വീട് വിട്ട് ഇറങ്ങിയത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇവർ പതിവായി ഈ ഒരു 3 തവണ ഈ കുട്ടിയുമായി സംസാരിക്കുമ്പോൾ ഇവർ ആവർത്തിച്ച് ചോദിക്കുന്നതും. കുട്ടിയും അതിനുള്ള മറുപടി നൽകുന്നുണ്ട്. ഈ അമ്മ രാവിലെ വഴക്ക് പറയുന്നതോടു കൂടിയാണ് താൻ വീട് വിട്ട് ഇറങ്ങുന്നത് എന്ന് കുട്ടി ആവർത്തിച്ച് പറയുന്നു. മാത്രമല്ല, അസമിലേക്കല്ല, ദൂരെ എവിടെയെങ്കിലും പോകണം എന്നുള്ളതായിരുന്നു തൻ്റെ ചിന്തയെന്നും പെൺകുട്ടി പറയുന്നു. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് വീട് വിട്ട് ഇറങ്ങുന്നത്, തന്നോട് പറഞ്ഞാൽ പോരെ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി തനിക്ക് ദൂരെ പോയാൽ മതി എന്നാണ് ആ സമയത്ത് തോന്നിയത് എന്ന് കുട്ടി പറയുന്നുണ്ട്. അമ്മയോട് ഇനി ശകാരിക്കരുതെന്ന് താൻ പറഞ്ഞുകൊള്ളാം എന്നും അച്ഛൻ കുട്ടിയോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരു സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം 37 മണിക്കൂറോളം നീണ്ട തിരച്ചിൽ, ആ തിരച്ചിലിനൊടുവിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മകളെ കണ്ടെത്തിയിരിക്കുന്നു, അവളുമായി സംസാരിച്ചിരിക്കുന്നു. ആ ഒരു ആശ്വാസത്തിലാണ് കുടുംബമുള്ളത്. പക്ഷേ ഈ പെൺകുട്ടിയെ എപ്പോൾ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനം. കാരണം ഇത്രയും ദൂരം തനിച്ച് യാത്ര ചെയ്ത് പല പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത പെൺകുട്ടിക്ക് യാത്ര ക്ലേശമുണ്ട്. അങ്ങനെ ഒരു പക്ഷേ നാളെയോ അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടിയോ ഉച്ചയോടു കൂടിയോ ആകും ഈ പെൺകുട്ടി വീട്ടിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും എന്തായാലും കുട്ടി തിരിച്ചു വരും എന്ന ആ ഒരു ആശ്വാസത്തിലാണ്. പെൺകുട്ടിയുടെ 2 സഹോദരിമാരും ഇവർക്ക് വേണ്ടി ചേച്ചി മടങ്ങി വരുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അവരും ഉറങ്ങാതെ തന്നെ ഈ ഒരു വീട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം, ഈ ഒരു കാര്യങ്ങൾ ചെറുതായി ഒന്ന് ഓടിച്ചു പോവുകയാണെങ്കിൽ ഇന്നലെ രാവിലെയോടുകൂടിയാണ് 9:30 പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അതിന് പ്രധാനമായി ഉണ്ടാകുന്ന കാരണം സഹോദരിമാരുമായി ഈ പെൺകുട്ടി ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നു. അവർ വഴക്കുണ്ടാക്കുന്നു. ഈ വഴക്കിനിടയിൽ അമ്മ വരുന്നു. അമ്മ ഈ പെൺകുട്ടികളെ വഴക്ക് പറയുന്നു. മൂത്ത മകൾക്ക് 2 തല്ലും കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ ഈ പെൺകുട്ടി വീട് വിട്ടിറങ്ങാൻ തീരുമാനിക്കുന്നു. ഇതൊന്നും അറിയാതെ ഈ 2 പേർ അടുത്തു തന്നെയുള്ള സെന്റ് ആൻഡ്രൂസ് സ്കൂളിൽ ആ ഒരു ഗാർഡനിൽ ജോലിക്ക് വേണ്ടി, തോട്ടത്തിൽ പണിയെടുക്കാൻ വേണ്ടി പോകുന്നു. ഈ സമയത്താണ് ആ പെൺകുട്ടി ബാഗിൽ തൻ്റെ വസ്ത്രങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം കയ്യിൽ ഒരു 50 രൂപയും കരുതി ഈ വീട്ടിൽ നിന്നും ആരും അറിയാതെ പുറത്തേക്ക് പോകുന്നത്. 9:30 ഈ പെൺകുട്ടി ഈ വീട്ടിൽ നിന്നും ഇറങ്ങി കഴക്കൂട്ടം വരെ എത്തുന്നത്. കഴക്കൂട്ടത്തു നിന്നുള്ള ആദ്യ CCTV ദൃശ്യങ്ങളിൽ പെൺകുട്ടി കറുത്ത ബാഗും അണിഞ്ഞ് ഈ ഒരു ചുമന്ന ഡ്രസ്സുമൊക്കെ അണിഞ്ഞ റോഡിലൂടെ അതിവേഗം നടന്നു പോകുന്നതായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് ലഭിച്ച CCTV ദൃശ്യങ്ങൾ. ഇതിനിടയിൽ പെൺകുട്ടിയെ കാണാതാകുന്നു എന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷം ഈ മാതാപിതാക്കൾ ഈ പെൺകുട്ടിയെ തേടി ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തുന്നു. പക്ഷേ കണ്ടെത്താൻ കഴിയുന്നില്ല. പിന്നീട് ഏറെ വൈകിയാണ് പോലീസിലേക്ക് ഈ വിവരം കൈമാറുന്നത്. പോലീസിന് വിവരം ലഭിച്ചപ്പോൾ തന്നെ ഒരു ഊർജിതമായ ശ്രമം, പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രധാനമായും ആദ്യം ഈ വീടിന്റെ പരിസരത്തും ചുറ്റുപാടുമൊക്കെയാണ് പരിശോധന നടത്തിയത്. പിന്നീട് ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന, അവരുടെ ഒരു നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുമ്പോൾ തന്നെ സമാന്തരമായി റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന, ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായി പെൺകുട്ടിയെ കിട്ടി അല്ലെങ്കിൽ കണ്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇന്നലെ രാത്രി മുഴുവൻ പല ഘട്ടങ്ങളിലായി പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ അതെല്ലാം കുട്ടിയിലേക്ക് എത്തുന്ന തരത്തിലുണ്ടായിരുന്നില്ല. പലതും വ്യാജമായിരുന്നു, കണ്ടെത്താൻ ആയിരുന്നില്ല. ഈ പെൺകുട്ടിയുമായി സാമ്യമുള്ള പല കുട്ടികളെയുമാണ് പലയിടത്തുമായി കണ്ടത്. ചിലയിടത്ത് ആളുകൾ കണ്ടില്ലെങ്കിൽ പോലും കണ്ടു എന്ന് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ആ ഒരു ഫോട്ടോഗ്രാഫാണ്. ബബിത എടുത്ത ആ ഒരു ചിത്രമാണ് ഈ ഒരു കേസിൽ വലിയ ഒരു വഴിത്തിരിവിലേക്ക് എത്തുന്നതും. ഇവർ 2 പേരും യാദൃശ്ചികമായി ഒരേ സമയത്ത് തമ്പാനൂരിൽ നിന്നും ആ ട്രെയിനിൽ കയറുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടിയുമാണ് ഇത്തരത്തിൽ ഈ 13 വയസ്സുകാരിയെ കാണുന്നതും സംശയം തോന്നി ഫോട്ടോ എടുത്ത് വെക്കുന്നതും. ആ ഒരു ഫോട്ടോ എടുത്ത് വെക്കാൻ തോന്നിയ ആ ഒരു പോയിന്റിലാണ് ഈ കേസ് ഇത്രയും വലിയ രീതിയിലേക്ക്, ആ ഒരു ഡെവലപ്മെന്റിലേക്ക്, കുട്ടിയെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ 37 മണിക്കൂർ തിരുവനന്തപുരം നഗരത്തിലും തമിഴ്നാട്ടിലും ഒക്കെ നടത്തിയ ആ ഒരു തിരച്ചിലിനൊടുവിൽ വിശാഖപട്ടണത്ത് നിന്ന്
നിന്നും ഒരു കൂട്ടം മലയാളികൾ ഈ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ബർത്തിൽ, ഈ ട്രെയിനിൽ കമന്നു കിടക്കുന്ന രീതിയിൽ ഈ ക്ഷീണിതയായ ഒരു പെൺകുട്ടി കിടക്കുന്നു. അങ്ങനെ ഈ കുട്ടി ആരാണ് എന്ന് തിരക്കുമ്പോഴാണ് ഈ കാണാതായ മാധ്യമങ്ങളിലൊക്കെ വരുന്ന പെൺകുട്ടിയാണെന്ന് മനസ്സിലാകുന്നതും. പക്ഷേ ആ സമയത്ത് അവിടെ മറ്റു രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവരുടേതാണ് കുട്ടിയെന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ അങ്ങനെ അവർ അവകാശപ്പെടുമ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു പക്ഷേ വലിയൊരു അപകടത്തിലേക്ക് കുട്ടി നീങ്ങുമായിരുന്നിരിക്കാം. ആ ഒരു ഘട്ടത്തിലാണ് ഈ മലയാളികളുടെ കയ്യിലേക്ക് ഈ കുട്ടി 13 വയസ്സുകാരിയെ കിട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥന, കേരളത്തിന്റെ പ്രാർത്ഥനയൊക്കെ സഫലമാകുന്നു. ആ പെൺകുട്ടിയെ നീണ്ട 37 മണിക്കൂറിന്റെ ആ ഒരു തെരച്ചിലിനൊടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. ആ പെൺകുട്ടി ഒരു ദിവസത്തെ അല്ലെങ്കിൽ 1.5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീട്ടിൽ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നു. ഉടനെ തന്നെ വീട്ടിലേക്ക് മടങ്ങിയെത്താമെന്ന് പറയുന്നു. താൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, സുരക്ഷിതയാണ്, ക്ഷീണതയാണെന്നൊക്കെ അമ്മയോടും അച്ഛനോടും ഈ പെൺകുട്ടി പറയുന്നു. എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് മകളോട് അമ്മയും അച്ഛനും തിരിച്ചു മറുപടിയും നൽകുന്നുണ്ട്. ഇനി ഈ പെൺകുട്ടി തിരിച്ച് കഴക്കൂട്ടത്തെ വീട്ടിലേക്ക് എത്തുന്ന ദൂരം മാത്രമാണ്. അതൊരു പക്ഷേ നാളെ വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ ഉച്ചയോടു കൂടിയോ ഈ പെൺകുട്ടി തിരിച്ച് വീട്ടിലെത്തും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഈ കുട്ടി തിരിച്ചെത്തുന്ന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ മാതാപിതാക്കൾ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. അല്ലാതെ ഇവർക്ക് ഒഫീഷ്യലി ഉള്ള കമ്മ്യൂണിക്കേഷൻസ് ഒന്നും നടക്കുന്നില്ല. പ്രധാനമായും അത് എനിക്ക് തോന്നുന്നു അത് ഈ ലാംഗ്വേജ് പ്രശ്നം തന്നെയായിരിക്കണം. കാരണം ഇവരുമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇവർക്ക് ഹിന്ദിയും വളരെ പരിമിതമായി മാത്രമേ അറിയുകയുള്ളൂ, മലയാളം തീരെ ഒട്ടും തന്നെ അറിയില്ല. അങ്ങനെ ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ ഒരു കൂട്ടം മലയാളികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. വിശാഖപട്ടണത്തെ ഒരു മലയാളി സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെൺകുട്ടിയെ ഇനി വിശാഖപട്ടണത്ത് നിന്നും ഈ കഴക്കൂട്ടത്തേക്ക് എത്തിക്കുന്ന ആ ഒരു കാത്തിരിപ്പ് വരെയാണ് ഈ ഒരു കേസിൽ ഇനിയുള്ള നീളം. റോഷ്നി, അശ്വിൻ, എന്തായാലും കുട്ടിയെ ട്രെയിനിൽ വെച്ച് കണ്ട് സംശയം തോന്നി ആ ഫോട്ടോ എടുക്കാൻ തോന്നിയ ബബിതയെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കുട്ടിയെ യാത്ര ചെയ്യുകയാണെന്നും കുട്ടി ഏത് റൂട്ടിലാണ് യാത്ര ചെയ്യുന്നത് എന്നെല്ലാമുള്ള വിവരങ്ങൾ, ഏറെ നിർണായകമായ വിവരങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തിയത് തന്നെ ആ ബബിതയുടെ ആ ഫോട്ടോയിൽ നിന്നാണ്. എന്തായാലും ആ സ്ത്രീക്ക് അപ്പോൾ ചെയ്യാൻ തോന്നിയ ആ ഒരു കാര്യമാണ് നിർണായകമായ വിവരമായി മാറിയത്. ഉമേഷ്, അതായത് കുട്ടി സംസാരിക്കുമ്പോൾ പറഞ്ഞത് വിഷമം തോന്നിയപ്പോൾ ദൂരേക്ക് പോവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. കുട്ടി മാതാപിതാക്കളുമായി നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ കുട്ടിയുടെ ഇന്ന് കുട്ടി CWCയുടെ കയ്യിൽ ഉണ്ടാവുമെന്നാണ് നേരത്തെ ചെയർപേഴ്സൺ നമ്മളോട് പറഞ്ഞത്. ഉമേഷ്, തീർച്ചയായും അതൊരു നടപടിക്രമമാണ്. കാരണം കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംരക്ഷിക്കാൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് കഴിയില്ല. അത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും പെൺകുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം CWCക്ക് തന്നെയാണ് നൽകുക. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് CWCക്ക് കൈമാറുന്നത്. CWC എല്ലാ ജില്ലയിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ ഉണ്ടാകും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആയിരിക്കും കുട്ടികളുടെ സംരക്ഷണം ഉണ്ടാക്കുക. സംരക്ഷണം അതിനുശേഷം നടപടികൾ പൂർത്തിയാക്കി കുട്ടിയെ ഇത്തരത്തിൽ പോലീസിന് കൈമാറും. പോലീസിൻ്റെ ചുമതല ആ കുട്ടിയെ വീണ്ടും കേരളത്തിൽ എത്തിച്ച് CWCക്ക് കൈമാറുക എന്നുള്ളതാണ്. അതിനുശേഷം കോടതിയിൽ റിപ്പോർട്ട് നൽകി അതിനുശേഷം മാതാപിതാക്കൾക്ക് കൈമാറും. എന്തായാലും നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് തന്നെ കരുതാം. പക്ഷേ ഇതോടൊപ്പം നമ്മൾ ഇതിൽ നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ കരുതേണ്ടത്, ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കുട്ടിക്ക് അവകാശവാദവുമായി കുറച്ച് സ്ത്രീകൾ എത്തുന്നു എന്നുള്ളതാണ്. അത് 13 വയസ്സായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ നമ്മൾ കരുതിയ റൂട്ട് എല്ലാം കൃത്യമായിരുന്നു. കാരണം ഇവിടെ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിൽ ട്രെയിൻ ഏകദേശം 6:30 കൂടിയാണ് ചെന്നൈയിലെത്തുന്നത്. അവിടെ നിന്ന് ട്രെയിൻ ഏകദേശം 7:50 എടുക്കേണ്ട ട്രെയിൻ 8:10 കൂടിയാണ് താമ്പരത്ത് നിന്ന് ഈ വിശാഖപട്ടണത്തേക്കുള്ള ട്രെയിൻ എടുക്കുന്നത്. അതിൽ ഈ കുട്ടി കയറുന്നു. അതിനുശേഷം എപ്പോഴാണ് ഒരുപക്ഷെ ചെന്നൈയിൽ വെച്ചാണോ ഈ സ്ത്രീകൾ ഈ കുട്ടിക്കൊപ്പം ഇപ്പം വന്നത്, അതോ ട്രെയിനിൽ കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ട് മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടി ഈ സ്ത്രീകൾ ആ കുട്ടിയെ അവകാശവാദം ഉന്നയിച്ച് വന്നതാണോ എന്നുള്ള കാര്യമെല്ലാം ഗൗരവമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നിലവിൽ കുട്ടിയെ രക്ഷപ്പെടുത്തി ഇത്തരത്തിൽ RPFൻ്റെ കയ്യിൽ കൈമാറുന്നതിനൊപ്പം, കാരണം സന്നദ്ധ പ്രവർത്തകരാണ് അവർ, മലയാളി സമാജം പ്രവർത്തകരാണ് അവർ, വോളണ്ടിയറിയായി, അതായത് മലയാളികൾ ഇന്നലെ രാത്രി മുതൽ ചർച്ച ചെയ്യുന്ന ഒരു കുട്ടിയുടെ
തിരോധാനം, അതും ആ തിരോധാനം 13 വയസ്സായ കുട്ടിയുടെ തിരോധാനം, അതിൻ്റെ ഒരു എത്രത്തോളം ഗ്രാവിറ്റി, അതിൻ്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി സ്വയം സന്നദ്ധരായ ഒരു മറുനാടൻ മലയാളി ഒരു വൻ വിഭാഗം ഈ ട്രെയിനിലേക്ക് കയറുന്നു സ്വന്തം നിലയിൽ പരിശോധിക്കാൻ. അതും ഈ പറഞ്ഞതുപോലെ ചെന്നൈയിൽ ട്രെയിൻ എത്തിയ ശേഷം അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനുകളുടെ സമയങ്ങളനുസരിച്ചാണ് ഈ പറഞ്ഞ പോലെ അന്ത്യോദയ താമ്പരത്ത് നിന്ന് അന്ത്യോദയ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ കയറാൻ സാധ്യതയുണ്ട് എന്നുള്ള കണക്കുകൂട്ടൽ ആദ്യം നടത്തിയത്. എന്തായാലും അത് അത്തരമൊരു വാർത്ത വന്നപ്പോൾ തന്നെ അന്ത്യോദയ എക്സ്പ്രസ് വിശാഖപട്ടണത്തേക്ക് എത്തുന്ന സമയം നോക്കി കൃത്യമായി ആ മലയാളി സമാജം പ്രവർത്തകർ ആ ട്രെയിനിൽ കയറി പരിശോധിക്കാൻ തയ്യാറായ ഒരു സംഘം എത്തുകയും അവർ കൃത്യമായി പരിശോധിക്കുകയും ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ തന്നെ ആ കുട്ടിക്ക് അവകാശവാദവുമായി മറ്റൊരു സ്ത്രീകൾ എത്തുകയും ചെയ്തു. പക്ഷേ അതിലൊന്നും പിന്മാറാതെ കൃത്യമായി ഇടപെട്ട്, അതിലൊരു പക്ഷേ പോലീസ് ഒന്നുമല്ല, ഇത് മലയാളി സമാജം പ്രവർത്തകർ മാത്രമാണ്, അവർ പക്ഷേ കൃത്യമായി ഇടപെട്ട് ആ സ്ത്രീകൾ അവകാശപ്പെടുമ്പോൾ നിങ്ങൾ കുട്ടിയുടെ ടിക്കറ്റ് കാണിക്കൂ, ടിക്കറ്റ് എവിടെ എന്ന് ചോദിച്ചതിൽ നിന്നും കൃത്യമായി മറുപടി ഇല്ലാതെ, അവർക്കൊന്നും പറയാനില്ലാതെ വന്നതോടുകൂടിയാണ് അവർ സമ്മതിക്കുന്നത് ഞങ്ങളുടെ കുട്ടിയല്ല എന്ന്. അങ്ങനെയാണ് ഈ മലയാളി സമാജം പ്രവർത്തകർ RPFനെ ബന്ധപ്പെടുകയും RPFന് കൈമാറുകയും ചെയ്യുന്നത്. പക്ഷേ ആ സ്ത്രീകൾ, ഈ പറഞ്ഞ സ്ത്രീകൾ, ഈ കുട്ടിയെ അവകാശവാദം ഉന്നയിച്ച സ്ത്രീകൾ ആ ട്രെയിനിൽ തന്നെ യാത്ര തുടരുകയാണ്. ട്രെയിൻ വിശാഖപട്ടണത്ത് പോയി, ആ ട്രെയിനിൽ തന്നെ യാത്ര തുടരുകയാണ്. ആ സ്ത്രീകളുടെ ഉദ്ദേശം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി അത് വരും ദിവസങ്ങളിലെങ്കിലും പരിശോധിക്കേണ്ടതുണ്ട്, അത് കണ്ടെത്തേണ്ടതുണ്ട്. മറ്റെന്തെങ്കിലും ക്രിമിനൽ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണോ അത്തരമൊരു അവകാശവാദം മുന്നോട്ട് വെച്ചതെന്നെല്ലാം അടക്കം. എന്തായാലും നമ്മൾ ഇന്നലെ രാത്രി മുതൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന, കേൾക്കാൻ കാത്തിരുന്ന, മണിക്കൂറുകൾ കാത്തിരുന്ന ആ വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. കുട്ടി സുരക്ഷിതയാണ്, കുട്ടി അധികം താമസിക്കാതെ മാതാപിതാക്കളുടെ കൈകളിലേക്ക് എത്തുമെന്നുള്ള ആ ഒരു വാർത്ത, അത് പ്രതീക്ഷ നൽകുന്ന വാർത്ത എത്തിയിരിക്കുന്നു. അതിന് കാരണക്കാരായിരിക്കുന്നത് ഒരു സന്നദ്ധരായ വാർത്തകൾ കണ്ട് ആ വാർത്തയിൽ നിന്ന് ഒരു കുട്ടി എത്രത്തോളം 13 വയസ്സായ കുട്ടി സഞ്ചരിക്കാവുന്ന, കുട്ടിയുടെ കയ്യിലുള്ള തുക, കുട്ടി സഞ്ചരിക്കാവുന്ന ദൂരം തുടങ്ങിയവയെല്ലാം കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ ഇടപെടാൻ തയ്യാറായ ഒരു സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇടപെടാൻ തയ്യാറായ മലയാളികൾ അഭിമാനിക്കാം. നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. എന്തായാലും ആ കുട്ടിയെ നമ്മൾ സുരക്ഷിതരായി ഇതര സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ ജോലി ചെയ്യാൻ സേവനത്തിനായി എത്തിയ ഒരു കുടുംബമാണെങ്കിൽ പോലും അവരുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഓരോ മലയാളികളും, കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഓരോ മലയാളികളും ഏറ്റെടുത്തു. അതിന് വാർത്താമാധ്യമങ്ങൾ നിരന്തരമായ മാധ്യമങ്ങളുടെ റിപ്പോർട്ടർ TV അടങ്ങുന്ന മാധ്യമങ്ങളുടെ വൻ ഇടപെടൽ ഏറ്റവും നിർണായകമായി ഒരു നിമിഷം പോലും, ഇന്നലെ രാത്രി ഒരു നിമിഷം പോലും ഉറങ്ങാതെ കണ്ണടയ്ക്കാതെ ഈ കുട്ടിക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നു റിപ്പോർട്ടർ TV. എന്തായാലും അതൊരു കൃത്യമായി ഫലം കണ്ടിരിക്കുന്നു. ഇനി കുട്ടി അമ്മയുടെ കയ്യിലേക്ക് എത്തുക എന്നുള്ള ഏറ്റവും കാണാൻ ആഗ്രഹിച്ച ആ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ്. എന്തായാലും അതിന് നടപടിക്രമങ്ങളുണ്ട്. അത് രാജ്യത്ത് നിലനിൽക്കുന്ന നടപടിക്രമങ്ങളാണ്. ഇന്ന് കുട്ടി സമാധാനമായി ഉറങ്ങട്ടെ. CWC അതിനുള്ള സൗകര്യം വിശാഖപട്ടണത്ത് ഒരുക്കി നൽകും. അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കേരള പോലീസിന് കൈമാറിയാൽ വളരെ വേഗത്തിൽ നാട്ടിലേക്ക് എത്തിക്കട്ടെ. അതിനുശേഷം കേരളത്തിലെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. കാരണം നേരത്തെ CWC ചെയർപേഴ്സൺ നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ്. കാരണം എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാതാപിതാക്കൾക്ക് കുട്ടിയെ കൈമാറുക എന്നുള്ളത്, അതിനപ്പുറം മറ്റൊന്നുമില്ല. സ്വാഭാവികമായി കുട്ടി ഇത്രയും ഒറ്റയ്ക്ക് യാത്ര ചെയ്തതാണ്. കുട്ടിക്ക് കൗൺസിലിങ്ങോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ പോലും അത് വരും ദിവസങ്ങളിൽ കുട്ടിക്ക് നൽകാവുന്നതാണ്. അതിനൊപ്പം ആ കുട്ടി ഒരുപക്ഷെ ഏറ്റവും ആഗ്രഹിക്കുക, ഏറ്റവും സന്തോഷിക്കുക മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുക, തനിക്ക് പറ്റിയ ആ ഒരു തെറ്റ് തിരിച്ചറിഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. കുട്ടിയെ നമ്മൾ രാവിലെ തൊട്ട് അയൽവാസി പറഞ്ഞപ്പോൾ, കുട്ടിയെ മർദ്ദിക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ കുട്ടികളെയും ഒരുപോലെ ആണ് ഇത്തരത്തിൽ സംഘർഷം, ഈ പരസ്പരം തല്ലുകൂടുമ്പോൾ ശിക്ഷിക്കാറ്, ഒരു കുട്ടിയെ മാത്രമല്ല. ശരി, എന്തായാലും ഉമേഷ്, ഏറെ ആശ്വാസകരമായ ആ വാർത്ത. ഇന്ന് എന്തായാലും ആ മാതാപിതാക്കൾക്ക് ഏറെ സന്തോഷത്തോടു കൂടി തന്നെ ഉറങ്ങാം. മകളെ കണ്ടുകിട്ടി എന്നതാണ്. ദൂരത്താണെങ്കിലും മകൾ എത്രയും പെട്ടെന്ന് ആ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തും.